എന്റെ ഓലമാലേ. സെറ്റപ്പാ. മുട്ടുമീൻ തുറക്കപ്പെടുന്നല്ലേ ബുഷ് പറഞ്ഞിരിക്കുന്നത്. മുട്ടി നോക്കാം. ഡാൻസ് പാരമ്പര്യമുള്ള കുടുംബത്തിൽ പിറന്നുകൊണ്ട് എന്റെ കാലുകൾ ഇങ്ങനെ സ്റ്റെപ്പ് വെച്ചുകൊണ്ടിരിക്കും. കേട്ടോ തരികട ഞാൻ, കേട്ടോ തരികട ഞാൻ. എക്സ്ക്യൂസ് മീ, ഒന്ന് തരുമോ? ധാരാളം ചോദിച്ചത് തന്നു. കുടുംബത്തിൽ പിറന്നവള. അടുത്ത അടിവരുന്നു. ആരടിക്കാൻ പറ്റുന്നത്? ഇറങ്ങി വാട. കുട്ടമ്മ കുടിച്ച വളരെ മോശം. കുടിച്ചെടുക്ക അതിലേറെ മോശം. വാടാ വാടാ വാടാ. അയ്യോ സോറി കേട്ടോ, അറിഞ്ഞോണ്ടിരിച്ചില്ല. അനാവശ്യം പറയരുത്. ഞാൻ സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയ്യോ എനിക്കൊരു പ്രശ്നമില്ല. എന്നാൽ എനിക്കൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഒരു പൈന്റ് കിട്ടിയായിരുന്നെങ്കിൽ. അത് ശരി. അളിയൻ ഈ ഷാപ്പിൽ ആദ്യമായിട്ടാണോ? അയ്യോ ഈ നാട്ടിൽ ആദ്യമായിട്ടാണോ? അതെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. മൈ ഫോൺ നമ്പർ ഇസ് 9999. ചേട്ടാ ചായ വേണം? ഒരു ചായ. എനിക്ക് വേണ്ട മോനെ. ഉള്ളിലുള്ളത് പിരിയും. തേവനാർ മലയിലേക്ക് ഇപ്പൊ വണ്ടിയുണ്ടോ? ഇനിയിപ്പോ മലയിലേക്ക് വണ്ടിയൊന്നുമില്ല. അളിയെ കുറിച്ച് ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനി രാത്രി 2 മണിക്ക് എസ്റ്റേറ്റിലേക്ക് പച്ചക്കറി കൊണ്ടുപോകുന്ന വണ്ടിയുണ്ട്, അതീ പോവാ. അളിയൻ വിഷമിക്കണ്ടല്ലേ. എങ്ങനെ നേരം കളിയൊന്നല്ലേ. ഒരു അടിപൊളി മസാല ദോശ ഡാൻസ്. മനസ്സിലായില്ലല്ലേ? ഒരു ഉഗ്ര റെക്കോർഡ് ഡാൻസ് നമുക്ക് കാണാം. അളിയൻ കട്ടിനടിക്ക്, നമുക്ക് ഗോ. കള്ളി പോക്കറ്റ് അടിക്കുന്നു. എന്താ അളിയ പ്രശ്നം? വിനോദമില്ലെങ്കിൽ 2 കൂടെ അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തോളാം. കക്ക ഞറിനെപ്പോലെ വാള് വെക്കാൻ പഠിക്കണം. സോറി, അറിയാതെ ചെയ്തു പോയതാ. തന്നെ കണ്ടപ്പോ ഒരു പൂവാലനാന്ന് തോന്നി, അതുകൊണ്ടാ അങ്ങനെ ചെയ്ത്. ഈ മലയില് ആരെ കാണാനാ നിങ്ങൾ പോകുന്നത്? ആരാ നിങ്ങള്? ഞങ്ങളുടെ ജീവിതം, സൗഹൃദം, സന്തോഷം, ഇതായിരുന്നു ഞങ്ങളുടെ വീട്. ദൈവത്തിന്റെ വികൃതികളായി പിറന്ന് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുന്ന ജന്മങ്ങൾ. ഈ ജന്മങ്ങൾക്ക് താങ്ങും തണലുമായി ദൈവദൂതനായ ഒരാൾ, ഫാദർ ഗബ്രിയേൽ. ഇത് ഞാനാണ്, ആര്യൻ. കരുണാലയത്തിൽ എൻ്റെ സുഹൃത്തുക്കൾ പ്രിയ, ദിലീപ്, പിന്നെ നിർമ്മൽ. ഞങ്ങളുടെ 4 പേരുടെയും കളിയും ചിരിയും ഊണും ഉറക്കവും എപ്പോഴും ഒരുമിച്ചായിരുന്നു. ജീവിതത്തിന്റെ നിറപ്പകിട്ടുകൾ അറിയാൻ കഴിയാത്ത ഞങ്ങൾക്ക് ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ കണ്ടെത്തുകയായിരുന്നു. വൃത്തികെട്ടവൻ, എന്തോ നാടാ ഇത്?
ജീവിതത്തിന്റെ പുതിയ വഴിത്തിരിവ്. സ്വന്തമായി തൊഴിൽ തേടി നഗരത്തിലേക്ക് ഇറങ്ങുമ്പോഴും എല്ലാവരെയും പോലെ ജീവിക്കുവാനുള്ള മോഹമായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ. നഗരത്തിൽ ജീവിതം തേടിയുള്ള ഞങ്ങളുടെ യാത്ര. വിചാരിച്ചതൊക്കെ നേടിയെടുക്കുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിന് ശക്തി കൂട്ടിയിട്ടേയുള്ളൂ. ഇതായിരുന്നു ഞങ്ങളുടെ സന്തോഷം. പ്രയാസങ്ങള് നിങ്ങൾക്ക് ഞാൻ അവതരിപ്പിക്കുന്ന ഗതയുടെ പേരാണ്. എടാ ഗതയല്ലടാ കഥ. ആ നവം പറഞ്ഞ ദാസാരത്തിന്റെ പേരാണ്. എടാ ഞാൻ പറഞ്ഞിട്ട് ഡമ്പൽ അടിക്ക്. എടാ ഡമ്പൽ അല്ലടാ ഡിമ്പല്. എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. ഞാൻ കുറെ നാളായി ഈ പരിപാടി തുടങ്ങിയിട്ട്. എന്ത് പരിപാടി? ഓട്ടം തുള്ളല്. ഓട്ടം തുള്ളലല്ലടാ കഥാപ്രസംഗമാ. തുടങ്ങുമ്പോ കഥാപ്രസംഗമാ, തീരുമ്പോ തുള്ളിക്കൊണ്ടോട്ടോ അല്ലേ? കണക്കിന് നീ കുറെ ഓടും. തുടങ്ങ് തുടങ്ങ്. പ്രിയകാല സ്നേഹം എന്റെ കഥയുടെ പേരാണ്. മുതലാളി വരുന്നു. മുതലാളി വരുന്നെന്ന് ഒറ്റ കുത്തി അമിച്ചിരും. മുതലാളി വരുന്നല്ലോ. അവൾ വരുന്നു എന്നല്ല കഥയുടെ പേര്. എടാ ഉതുപ്പ് മുതലാളി വരുന്നെന്ന്. ഉതുപ്പ് മുതലാ? ഉതുപ്പ് മുതലാളിയാ? മുതലയല്ലടാ ചീങ്കള്ളി. നിന്നെയൊക്കെ ഇപ്പൊ വിഴുങ്ങണോ? വേണ്ട. എന്റെ മണം അടിച്ച അപ്പവും മരി തിരിച്ചറിയും. എടാ തരുന്ന ശമ്പളത്തിന് പണിയെടുക്കാൻ നോക്കാതെ എനിക്കിട്ട് പണിയല്ലേ? 1500 രൂപ ശമ്പളം. എന്താ 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 വല്ലതും പറഞ്ഞായിരുന്ന? അല്ല, 1500 രൂപയുടെ സാധനം വിറ്റുപോയെന്ന് പറഞ്ഞത്. അപ്പൊ 2500 രൂപയുടെ നഷ്ടം വന്ന് കാണും. വല്ല പെമ്പിള്ളേർക്ക് വല്ലതൊക്കെ എടുത്ത് കൊടുത്തു കാണും. വല്ല തബലയോ ഫ്ലൂട്ടോ എന്തെങ്കിലും. ഞാനുള്ളത് പറഞ്ഞതാ. ഞാനും ഉള്ളതാ പറഞ്ഞത്. മറ്റവനെന്തേ? ആര്? ആര്യൻ. ആരെന്നോ? ആ പാവ 50 രൂപയുള്ളൂ. നല്ല പാവള. വെറും 50 രൂപ മാത്രമേ ഉള്ളൂ ചേട്ടാ. ഒരു പാവ വാങ്ങേട്ടാ. നല്ല ലാഭത്തിന് കൊടുക്കുകയാണ്. നല്ല പാവള. വെറും 50 രൂപ മാത്രമേ ഉള്ളൂ. ചേച്ചി ചേച്ചി ചേട്ടാ 50 രൂപയുള്ളൂ. ഒരു പാവം. പാവ വേണോ? പാവ വെറും 50 രൂപയ്ക്ക് നല്ല പാവകളാ. ആരെങ്കിലും ഒന്ന് വാങ്ങൂ പ്ലീസ്. ചേച്ചിമാരെ ചേട്ടന്മാരെ, പാവ 50 രൂപയ്ക്ക് നല്ല പാവകളാ. ആരെങ്കിലും ഒന്ന് വാങ്ങൂ ചേട്ടാ. ഒരു പാവ മേടിക്കേട്ടാ. നല്ല പാവയാ. 50 രൂപയുള്ളൂ. ഒന്ന് മേടിക്കേട്ടാ. ഇതിനെന്താ മുള വില? ചേച്ചി 50 രൂപയാ. പറഞ്ഞെന്താ? പത്മാവതിയെ നിന്റെ കടക്കണ്ണ എന്താ ഒരു ചീഞ്ഞ മണം? ദൈവമേ, അതും പോയാ? ചേട്ടാ ചേട്ടാ ഈ അഡ്രസ് ഒന്ന് പറഞ്ഞു തരാവോ? ഇതങ്ങോട്ട് മാച്ച് ആവുന്നില്ലല്ലോ. ഈ അഡ്രസ് ഒന്ന് പറഞ്ഞതാ. അഡ്രസ്സോ? ഏത് അഡ്രസ്? ആളെ പറ, വീട് പറഞ്ഞുതരാം. സദാശിവൻ കോൺട്രാക്ടർ. ഓ, നമ്മുടെ സദാശിവൻ കോൺട്രാക്ടറുടെ വീട്. അതിന് ചേട്ടൻ പേടിക്കൊന്നും വേണ്ട. ചേട്ടൻ ഇതുവഴി നേരെ വടക്കോട്ട് പോകണം. അവിടെയാണ് നമ്മുടെ പ്രഭാകരൻ ചേട്ടന്റെ ഷാപ്പ്. അവിടുന്ന് പിന്നെ മുന്നോട്ട് പോകുമ്പോ വലതുവശത്തേക്ക് ഒരു വഴി കാണാം. അത് നമ്മുടെ സെൻട്രൽ ഗാർഡൻസ് ബാറിലേക്കുള്ള വഴിയാ. പിന്നെയും ചേട്ടൻ മുമ്പിലേക്ക് പോകുമ്പോ ഇടതുവശത്ത് നമ്മുടെ ബിവറേജ് ഉണ്ട്. അതുവഴി പോകുമ്പോ സൂക്ഷിക്കണം, ബിവറേജിന്റെ ക്യൂവിലും തട്ടി വീണേക്കരുത്. ആ ബിവറേജിന്റെ തൊട്ടു താഴത്താണ് നമ്മുടെ പഴയ ചാരായ ഷാപ്പ് അമ്മിണിയുടെ വീട്. അവിടെ ചെന്നാ ചേട്ടന് ചാരായ ഉണ്ട്, ടച്ചിങ്സിന് അമ്മിണിയുണ്ട്. എന്താ നിർമ്മല ഒരു സൗണ്ട്? എന്താടാ? അതൊരു വണ്ടിയുടെ ടയർ പൊട്ടിയതാ. ഓഹോ, ഇവിടെ ടയർ പൊട്ടിയോ? അതെ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എസ്കേപ്പ് ആകാം. അല്ലെങ്കിൽ ചിലപ്പോ ഇനിയും ടയറുകളൊക്കെ പൊട്ടും. നമുക്ക് പ്രിയനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകാം.